ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഞാൻ അയോഗ്യനെങ്കിലും നിന്റെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപമിതാ എന്റെ കരങ്ങളിൽ. നിന്റെ കാരുണ്യത്താൽ ഞാൻ ദാനമായി സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങളുടെ ശക്തിവിശേഷം എന്നിൽ എന്നും പ്രകടമാക്കണമേ. ആമേൻ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പുകാലം 4ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തിരുസഭാ മാതാവ് ഇന്നേ ദിവസം വചന വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. യേശുവിന്റെ മരണത്തോടുകൂടി വലിയ ദുഃഖത്തിലേക്ക് കടന്നുപോയേക്കാവുന്ന ശിഷ്യന്മാരുടെ ജീവിത അനുഭവങ്ങളിലേക്ക് ക്രിസ്തു ആശ്വാസത്തിന്റെ വചസ്സുകളുമായിട്ട് കടന്നുവരികയാണ്. പീഡാനുഭവ വിവരണത്തിന് തൊട്ടു മുമ്പുള്ള വചന ഭാഗമാണിത്. 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങള് യേശുവിന്റെ പീഡാനുഭവ വിവരണങ്ങളാണ് യോഹന്നാൻ സുവിശേഷകൻ നൽകുക. 13-ാം അധ്യായത്തിലെ അന്ത്യത്താഴ വിരുന്നിനു ശേഷം യേശു തന്റെ അന്ത്യപ്രഭാഷണം നടത്തുകയാണ്. ഈ അന്ത്യപ്രഭാഷണത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് വചനം പറയുക: അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നും വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും യേശു പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ആത്യന്തികമായ ഈ വചനത്തിന്റെ ഉൾപ്പൊരുൾ? യേശുവിന്റെ മരണത്തെയും അതിനുശേഷമുള്ള ഉത്ഥാനത്തെയുമാണ് ഇത് സൂചിപ്പിക്കുക. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് പറയുന്നത് യേശുവിന്റെ മരണത്തെയും ഉത്ഥാനത്തെയുമാണ് സൂചിപ്പിക്കുക. ഉദ്ധിതന്റെ സാന്നിധ്യം തരുന്ന വലിയ സന്തോഷത്തിലേക്കും വലിയ സംതൃപ്തിയുടെ അനുഭവത്തിലേക്കും യേശു ശിഷ്യന്മാരെ നയിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് തുടർന്നുള്ള വചനഭാഗം. എന്നാൽ ഈ വചനം കേൾക്കുമ്പോൾ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് യേശു പറയുമ്പോൾ അത് ശിഷ്യന്മാർക്ക് അങ്ങോട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല. അവർ പരസ്പരം ചോദിക്കുന്നുണ്ട്, ഇതിനർത്ഥം എന്താണ്, അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശിഷ്യന്മാരുടെ ഇടയിലെ ഈ ഒരു അസ്വസ്ഥത, ശിഷ്യന്മാരുടെ ഇടയിലെ ഈ ഒരു തർക്കം മനസ്സിലാക്കിക്കൊണ്ട് യേശു ശിഷ്യന്മാർക്കായിട്ട് വിശദീകരിച്ചു കൊടുക്കുകയാണ് എന്താണ് ഇതിനർത്ഥമെന്ന്. 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ ഇപ്രകാരം ദൈവത്തിന്റെ വചനം ഇപ്രകാരം അരുളി ചെയ്യുകയാണ്. യേശു പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും.
യേശുവിന്റെ വേർപാടില്, യേശുവിന്റെ സഹനത്തിന്റെയും മരണത്തിന്റെയും അനുഭവങ്ങളില് ശിഷ്യന്മാർക്ക് സങ്കടം, ശിഷ്യന്മാര് വലിയ നൊമ്പരത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോകും. പക്ഷേ യേശു പറയാണ് ലോകം സന്തോഷിക്കും. യോഹന്നാന്റെ സുവിശേഷ ഭാഷ്യമനുസരിച്ച് ദൈവശാസ്ത്ര പണ്ഡിതര് പറയുന്നത് ഇപ്രകാരമാണ്: ലോകം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപവഴികളിലൂടെ സഞ്ചരിക്കുന്നവരും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്തവരുമായ, അംഗീകരിക്കാത്തവരുമായവരെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ലോകം എന്നതുകൊണ്ട്. തിന്മയുടെ ഒരു അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്ന പദം. അങ്ങനെയെങ്കിൽ ഗുരുവിന്റെ വേർപാട്, യേശുവിന്റെ വേർപാട് ശിഷ്യന്മാർക്ക് സങ്കടം, ശിഷ്യന്മാർക്ക് വ്യസനം സമ്മാനിക്കുന്നു. പക്ഷേ തിന്മ യേശുവിന്റെ മരണത്തിൽ സന്തോഷിക്കുക, തിന്മയിലായിരിക്കുന്നവര് യേശുവിന്റെ മരണത്തിൽ സന്തോഷിക്കുകയാണ്. പാപവഴികളിലൂടെ ചരിക്കുന്നവരുടെ, തിന്മയിൽ ചരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന, ജീവിത സാഹചര്യങ്ങളിൽ ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ചുള്ള ഒരു പരിചിന്തനം കൂടി നമുക്കിവിടെ ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. യേശു പറയുകയാണ്, ഇവരുടെ സന്തോഷം ലോകം സന്തോഷിക്കും. പക്ഷേ ആ സന്തോഷം എന്ന് പറയുന്നത് അതൊരു ശാശ്വതമായ സന്തോഷമല്ല. ലോകത്തിന്റെ സന്തോഷം അതൊരു ശാശ്വതമായ സന്തോഷമല്ല, മറിച്ച് അതൊരു ഉത്ഥാനത്തിലൂടെ തീർന്നു പോകുന്ന, ഉത്ഥാനത്തിലൂടെ അപ്രത്യക്ഷമാകുന്ന ഒരു സന്തോഷമാണ് ലോകത്തിന്റെ സന്തോഷം. എന്നാൽ യേശു പറയുകയാണ്, നിങ്ങളുടെ ദുഃഖം, ശിഷ്യസമൂഹം ഇപ്പോൾ അനുഭവിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുഃഖം, അത് നൈമിഷികമായിട്ടുള്ള ഒരു ദുഃഖം മാത്രമാണ്. അതിൽ നിന്നും അവർ ശാശ്വതമായ സന്തോഷത്തിലേക്ക്, യേശുവിന്റെ കുരിശുമരണം, യേശുവിന്റെ സഹനം, അത് സമ്മാനിക്കുന്ന അസ്വസ്ഥത, അത് സമ്മാനിക്കുന്ന ദുഃഖം, അത് സമ്മാനിക്കുന്ന കണ്ണുനീര്, അത് നൈമിഷികമാണ്. അതിനപ്പുറത്തേക്ക് ശാശ്വതമായ ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് യേശു ഈ ശിഷ്യ സമൂഹത്തെ കരം പിടിച്ച് നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു ധ്യാന വിചിന്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനഭാഗം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തരുന്ന ഒരു വലിയ ബോധ്യമുണ്ട്. തിന്മയിൽ ചരിക്കുന്നവരുടെയും തിന്മയുടെ ജീവിത സാഹചര്യങ്ങൾ ആസ്വദിച്ച് കടന്നു പോകുന്നവരുടെയും ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന സന്തോഷം, അതൊരു വശത്ത്; തിന്മയിൽ ചരിക്കുന്നവർ അനുഭവിച്ച് കടന്നു പോകുന്ന സന്തോഷം ഒരു വശത്ത്. മറുവശത്ത് നന്മയിൽ, ക്രിസ്തു മാർഗത്തിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലെ ദുഃഖം. തിന്മയിൽ ചരിക്കുന്നവരുടെ സന്തോഷവും നന്മയുടെ വഴിയിലൂടെ നടന്നു നീങ്ങുന്നവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും സഹനങ്ങളും, ഇത് രണ്ടും നൈമിഷികമാണ്, ഇത് രണ്ടും താൽക്കാലികമാണ്. ക്രിസ്തു വ്യക്തമായിട്ട് തുടർന്നൊരു ഉദാഹരണത്തിലൂടെ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: പ്രസവവേദന അതികഠിനമായൊരു വേദനയാണ്. അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്ത്രീ ഈ ലോകത്ത് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുക. പക്ഷേ അതിനുശേഷം തന്റെ പിഞ്ചുകുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ, ആ കുഞ്ഞിനെ കാണുമ്പോൾ ഈ അമ്മ സകല വേദനയും മറക്കുകയാണ്. വേദന നൈമിഷികമായ വലിയ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ചില വേദനകളുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഈ ഒരു വേദനയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ, ക്രിസ്തുവിനെ പിൻചെല്ലുമ്പോൾ, ഉദ്ധിതനെ പിൻചെല്ലുമ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഉണ്ടാകും. അതാണ് തിരുവചനത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. എല്ലാവരുടെയും ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്. അതുണ്ടാകേണ്ടതാണ്. പക്ഷേ അതൊന്നും ശാശ്വതമല്ല. ഈ ദുഃഖങ്ങളും വേദനകളും എല്ലാം അത് നൈമിഷികമാണ്, അത് മാറേണ്ടതാണ്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരമാണല്ലോ പറഞ്ഞു വയ്ക്കുക: ക്രിസ്തീയ ജീവിതം അത് കാൽവരിയിലേക്കുള്ള യാത്രയാണ്, നിരന്തരമായ സഹനത്തിന്റെയും വേദനയുടെയും ഒക്കെ ഒരു യാത്രയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു സന്തോഷത്തിന്റെ, ശാശ്വതമായ ഒരു സന്തോഷത്തിന്റെ അനുഭവം ഓരോ ക്രിസ്തു വിശ്വാസിയെയും കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വചനം നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം ഇപ്രകാരം നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ നൽകും: നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, ഇതാ മഹാകരുണയോടെ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കുന്നു. സഹനങ്ങളൊക്കെയും വേദനകളൊക്കെയും നൈമിഷികമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തല് അവിടെ വചനം നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ,
തുടർന്നുള്ള വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 22-ാമത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തെ, നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ മറികടക്കാനുള്ള ഒരു മാർഗം യേശു നമുക്ക് പറഞ്ഞു തരികയാണ്. വചനം ഇപ്രകാരമാണ്: ഞാൻ വീണ്ടും നിങ്ങളെ കാണും, ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് കയറാനുള്ള മാർഗം ഇതാണ്: സഹനത്തിന്റെ വഴിയിൽ, ദുഃഖത്തിന്റെ വഴിയിൽ യേശുവിനെ കണ്ടുമുട്ടുക. യേശുവിനെ കണ്ടുമുട്ടുക. യേശുവിനെ കാണാൻ സാധിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളിലും ദുഃഖങ്ങളിലും യേശുവിനെ കാണാൻ കഴിയുമ്പോൾ, യേശുവിന്റെ കൺവെട്ടത്താവാനായിട്ട് സാധിക്കുമ്പോൾ, ജീവിതത്തിന്റെ ദുഃഖങ്ങളെയും വേദനകളെയും എല്ലാം യേശുവിന്റെ കരങ്ങളിലേക്ക് വച്ചുകൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളെല്ലാം സന്തോഷമായിട്ട് മാറുമെന്ന് യേശു നമുക്ക് ഓർമ്മപ്പെടുത്തി നൽകുകയാണ്. സഹനത്തിന്റെ ദൈർഘ്യം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ സഹനത്തിന്റെ ദൈർഘ്യം, അത് നീ ക്രിസ്തുവിനെ കണ്ടുമുട്ടും വരെയുള്ളൂ. ക്രിസ്തുവിനെ കണ്ടുമുട്ടും വരെയുള്ളൂ. സഹനത്തിന്റെ മരുഭൂമി അനുഭവങ്ങളില് നിനക്ക് മുകളിൽ കരം വിരിച്ചു നിൽക്കുന്ന ക്രിസ്തുവിനെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ നീ കണ്ടുമുട്ടും വരെയുള്ളൂ. നിന്റെ ജീവിതത്തിന്റെ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളിൽ അവൻ മേഘസ്തംഭമായി നിനക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നത് തിരിച്ചറിയാൻ കഴിയുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ അന്ധകാരപൂർണമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അവൻ അഗ്നിസ്തംഭമായി നിനക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത് കണ്ടെത്താനായിട്ട് നിനക്ക് സാധിച്ചാൽ, നിന്റെ ജീവിതത്തിന്റെ മുറിപ്പാടുകള്, നിന്റെ ജീവിതത്തിന്റെ നെരിപ്പോടുകള്, സഹനത്തിന്റെ നെരിപ്പോടുകൾക്ക് മുമ്പിൽ വിരിച്ച കരവുമായി നിൽക്കുന്ന ക്രൂശിതനെ കണ്ടുമുട്ടാൻ നിനക്ക് സാധിച്ചാൽ, നിന്റെ ജീവിതത്തിന്റെ ഭയത്തിന്റെയും അശാന്തിയുടെയും നിരാശയുടെയും അസ്വസ്ഥതയുടെയും ഹൃദയവ്യഥകളുടെയും എല്ലാം ജീവിത നിമിഷങ്ങളിൽ ഉദ്ധിതനെ ഒരു നോക്ക് നിനക്കൊന്ന് കാണാൻ സാധിച്ചാൽ, അവിടെ സഹനം ജീവിതത്തിൽ നിന്ന് അലിഞ്ഞില്ലാതാകും. സഹനത്തിന്റെയും ദുഃഖത്തിന്റെയും ജീവിതം സന്തോഷത്തിനായിട്ട് വഴിമാറും. പിന്നീട് ജീവിതയാത്ര വലിയ ആവേശത്തിന്റെ ഒരു ജീവിതമായിട്ട് മാറും. അപ്പോൾ വചനം നൽകുന്ന ഓർമ്മപ്പെടുത്തൽ ഇതാണ്: യേശുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുക സഹനത്തിന്റെ നിമിഷങ്ങളിൽ. നമ്മളെല്ലാവരും ഒരു വലിയ നോമ്പിന്റെയൊക്കെ അനുഭവമൊക്കെ പിന്നിട്ട് ഉത്ഥാനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. വലിയ നോമ്പിന്റെയൊക്കെ അനുഭവങ്ങളിൽ ഒരുപക്ഷെ പലരും മലയാറ്റൂരു മലയൊക്കെ കയറി പരിഹാരങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് കടന്നുപോയിട്ടുണ്ടാകാം. ഈ മലയാറ്റൂരു മല കയറുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലെ ഒന്നാം സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് സമയമെടുക്കും അങ്ങോട്ട് നടന്നു കയറാൻ, ഒരുപാട് പ്രതിസന്ധികളാണ്. പക്ഷേ അവിടെ ഒന്നാം സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ ഒന്നാം സ്ഥലത്തെത്തി ഈശോയെ ആരാധിച്ച് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട ക്രിസ്തുവിനെ ആരാധിച്ചു തുടങ്ങുമ്പോൾ പിന്നീട് ഓരോ സ്ഥലത്തേക്കും നിന്റെ കൺവെട്ടത്ത് നിനക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ജീവിതത്തിന്റെ സഹനത്തിന്റെ വഴി നീ സഹനത്തിന്റെ മലമുകളിലേക്ക് നീ കയറുമ്പോ ക്രിസ്തുവിനെ കണ്ടുമുട്ടും വരെയേ ജീവിതത്തിന് ബുദ്ധിമുട്ടുള്ളൂ. എന്നാൽ സഹനത്തിന്റെ വഴിത്താരയില് നിനക്ക് വേണ്ടി സഹിച്ച ഒരു ക്രിസ്തുവിനെ കണ്ടുമുട്ടി തുടങ്ങുമ്പോൾ, അവനോടൊത്തു നീ യാത്ര ചെയ്തു തുടങ്ങുമ്പോൾ സഹനത്തിന്റെ വഴികളൊക്കെ ഇത്തിരി കൂടി എളുപ്പമുള്ളതായിട്ട് മാറുകയാണ്. സഹനത്തിന്റെ വഴികളൊക്കെ വളരെ വളരെ എളുപ്പമുള്ളതായിട്ട് മാറുകയാണ് ജീവിതത്തില്. ക്രിസ്തുവിനെ കണ്ടുമുട്ടും വരെയേ നിന്റെ ജീവിതത്തിലെ സഹനങ്ങൾക്ക് നിന്നെ അസ്വസ്ഥപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ. അതിനുശേഷം പിന്നീട് ജീവിതത്തിലെ സഹനങ്ങൾ പോലും ഒരാവേശമായിട്ട് മാറും ഓരോ ക്രിസ്തു ശിഷ്യനും. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ റോമാക്കർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 35-ാമത്തെ തിരുവചനം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുക: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, എന്തു സഹനങ്ങളും വന്നുകൊള്ളട്ടെ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവനും വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുന്നു. എന്തു സഹനങ്ങളും ജീവിതത്തിലേക്ക് വന്നുകൊള്ളട്ടെ, പക്ഷേ ക്രിസ്തു കൂടെയുള്ളപ്പോൾ, ക്രിസ്തുവിനെ കണ്ടു നടക്കാനായിട്ട് സാധിക്കുമ്പോൾ ജീവിതത്തിന്റെ സഹനങ്ങളല്ലാതായിട്ട് മാറും, എളുപ്പമുള്ളതായിട്ട് മാറും. 37-ാമത്തെ തിരുവചനം ഇപ്രകാരം പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കും: പക്ഷേ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരികയും. അപ്പോൾ ക്രിസ്തുവിനോട് കണ്ടുമുട്ടി
ജീവിതത്തിലെ സഹനത്തിന്റെ വഴികളിൽ മുൻപോട്ട് നടന്നു നീങ്ങുമ്പോൾ അനുഗ്രഹത്തിന്റെ അനുഭവമായിട്ട് ജീവിതം മാറുമെന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഓർക്കുകയാണ്, ഒരു കുടുംബം വലിയ കടബാധ്യതയുടെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം, അവർ പറഞ്ഞൊരു വാക്യം ഞാൻ ഓർക്കുകയാ. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുകയാണ്, അച്ഛാ, ഒരു കടബാധ്യതയ്ക്കും ഞങ്ങളെ തകർക്കാനാവില്ല, ഒരു കടബാധ്യതയ്ക്കും ഞങ്ങളെ തകർക്കാനാവില്ല. കാരണം ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് ബലിപീഠത്തെയാണ്. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ആശ്രയം വെച്ച് വിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവിനെ കണ്ടുമുട്ടി ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മുഴുവനെയും സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് ഒരു കടബാധ്യതകൾക്കും ഞങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ പറ്റില്ല. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവന്റെ ജീവിതത്തെ ഒരു സഹനത്തിനും തകർക്കാൻ കഴിയില്ല എന്നതാണ് ഓർമ്മപ്പെടുത്തൽ. വീണ്ടും വചനഭാഗത്തുകൂടി മുൻപോട്ട് നീങ്ങുമ്പോൾ വചനം നൽകുന്ന മറ്റൊരു ഓർമ്മപ്പെടുത്തൽ ഇതാണ്: യേശു നൽകുന്ന ഈ ഒരു സന്തോഷം അത് മറ്റൊരു ശക്തിക്കും എടുത്തു കളയാൻ സാധിക്കുകയില്ല എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ശക്തിക്കും ക്രിസ്തു നൽകുന്ന സന്തോഷം അത് എടുത്തു കളയാനായിട്ട് സാധിക്കുകയില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകാം. നമ്മുടെ ജീവിതത്തിലെ ആനന്ദത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും. പലരും പല രീതിയിൽ ഈ ലോകത്തിന്റേതായ കാര്യങ്ങൾ വ്യാപരിച്ചുകൊണ്ട് ജീവിതത്തെ സന്തോഷപൂർണ്ണമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാകും. ചിലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് ഇത്തിരി സന്തോഷത്തിന് വേണ്ടി തേടുന്നത് മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഒക്കെ ആയിരിക്കാം. ചിലർ ഇന്റർനെറ്റോ മൊബൈൽ ഫോണിലെ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. പല രീതിയിലും പല കാര്യങ്ങള് നമ്മൾ സന്തോഷത്തിന്റെ അനുഭവങ്ങൾക്ക് വേണ്ടി, ചില അശുദ്ധമായ സമ്പർക്കങ്ങളായിരിക്കാം, ബന്ധങ്ങളായിരിക്കാം, ജീവിതത്തില് സന്തോഷത്തിന് വേണ്ടി നമ്മൾ തേടുന്നു. പക്ഷേ ക്രിസ്തു നൽകുന്ന ഓർമ്മപ്പെടുത്തൽ ഇതാ: ഈ ലോകത്തിൽ നിന്ന് നീ തേടാൻ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങള് അതൊന്നും ശാശ്വതമല്ല, അതൊക്കെ തൊട്ടടുത്ത നിമിഷം തീർന്നു പോകുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ നൽകുന്ന സന്തോഷം അത് ഒരു ശക്തിക്കും എടുത്തു മാറ്റാൻ പറ്റില്ല, തട്ടിക്കളയാൻ പറ്റില്ല, പിടിച്ചു പറിക്കാൻ പറ്റില്ല. കാരണം ക്രിസ്തു നൽകുന്ന സന്തോഷം അത് ശാശ്വതമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിലൊക്കെ ശാശ്വതമായി നിലനിൽക്കുന്ന ചില സന്തോഷങ്ങൾ, നമ്മൾ ഒരു വ്യക്തിയെ, പാവപ്പെട്ട ഒരു മനുഷ്യനെ സഹായിക്കുമ്പോൾ, ഒരു പരസ്നേഹ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് നൽകുന്ന ആത്മീയമായ ഒരു സന്തോഷമുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഏറ്റവും ഭക്തിയോടുകൂടി പങ്കുചേരുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നൽകുന്ന ഒരു സന്തോഷമുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ, ആത്മീയ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഒരു ധ്യാനത്തിൽ പങ്കുചേരുമ്പോൾ അതൊക്കെ നൽകുന്ന ഒരു സന്തോഷമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം പകരുന്ന സന്തോഷം. ആ സന്തോഷം ഒരു ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം പൂർണ്ണമാകുന്നത്. ക്രിസ്തു നൽകുന്ന സന്തോഷം അത് ഒരു ശക്തിക്കും എടുത്തു കളയാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ്ലീഹായ്ക്കുണ്ടായിരുന്ന ബോധ്യം ഇതാ. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന് 4:4 പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. എന്തുകൊണ്ട് സന്തോഷിക്കാനാ? സഹനങ്ങളൊന്നും ഇല്ലാതിട്ടാണോ? അല്ല, ഒരുപാട് സഹനങ്ങളുണ്ട്. പക്ഷേ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:12 പറയുന്നുണ്ട്, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഓരോ നിമിഷവും ക്രിസ്തുവിനെ കണ്ടുമുട്ടി മുൻപോട്ട് നീങ്ങുമ്പോൾ സഹനങ്ങളൊന്നും സഹനങ്ങളല്ലാതായിട്ട് മാറുകയാണ്. ഏതു നിമിഷവും സഹനങ്ങളിൽ പോലും സന്തോഷം അനുഭവിക്കാനായിട്ട് അവർക്ക് സാധിക്കുക. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടി അവനെ സ്വന്തമാക്കുമ്പോഴാണ് നമ്മുടെയും ജീവിതത്തിൽ സന്തോഷത്തിന്റെ നിറവുണ്ടാവുക. വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്, അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങളിൽ അവരെപ്പോഴും സന്തോഷത്തോടെയും ഒറ്റ കാരണമേ ഉള്ളൂ: അവര് ക്രിസ്തുവിനെ ഓരോ നിമിഷവും കണ്ടുമുട്ടി കടന്നുപോയി എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനത്തിന്റെ ഭാഗത്തിലൂടെ നമ്മൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഇപ്രകാരം വചനം ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് 16-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം. ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ, ആ സന്തോഷത്തിലേക്ക് വളർന്നു കഴിയുമ്പോൾ വചനം നൽകുന്ന ഓർമ്മപ്പെടുത്തൽ ഇതാണ്: അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. പിന്നീട് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല. ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒന്നും ചോദിക്കില്ല. കാരണം എന്താണ്? എല്ലാറ്റിന്റെയും ഉടയവനായവനെ സ്വന്തമാക്കി കഴിയുമ്പോൾ, എല്ലാറ്റിന്റെയും ഉടയവനായവൻ ഉള്ളിലായി കഴിയുമ്പോൾ പിന്നെ ഞാൻ എന്തു ചോദിക്കാനാ? എല്ലാം എന്റെ സ്വന്തമായിട്ട് മാറുകയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവന് സ്വന്തമാക്കാനായിട്ട് മറ്റൊന്നും ഇല്ലാതാകും. എല്ലാം അവന്റെ സ്വന്തമായിട്ട് മാറുകയല്ലേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഓരോ നിമിഷവും ക്രിസ്തുവിനെ കണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കി മുൻപോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും നമുക്ക് പ്രസക്തമല്ലാതായിട്ട് മാറും. അവസാനത്തെ വചനം 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: എന്റെ നാമത്തിൽ
പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. രണ്ട് ബോധ്യങ്ങളാണ് ഇവിടെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്, ദൈവകരങ്ങളിൽ നിന്ന് എല്ലാം സ്വീകരിക്കാനായിട്ട് സാധിക്കുക. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെല്ലാം സ്വീകരിക്കാനായിട്ട് സാധിക്കുക. നിന്റെ അധ്വാനങ്ങള്, നിന്റെ പരിശ്രമങ്ങള് ദൈവിക പദ്ധതികളോടും ദൈവവിചാരത്തോടും കൂടെയാവണം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്റെ അധ്വാനങ്ങള്, നിന്റെ ജോലി മേഖലകള്, നിന്റെ പഠന മേഖലകള് അവയൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുക. ദൈവത്തെ കൂടാതെ, ദൈവിക ചിന്തയില്ലാതെ, ദൈവവിചാരം കൂടാതെയുള്ള സന്തോഷങ്ങള്, അത് തൃപ്തി ഒരുപക്ഷെ താൽക്കാലികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയേക്കാം, പക്ഷേ ശാശ്വതമാവില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ. രണ്ടാമത്തെ ബോധ്യം ഇതാണ്: എന്താണ് നമ്മൾ ചോദിക്കേണ്ടത്? എന്റെ നാമത്തിൽ പിതാവിനോട് എന്താണ് ചോദിക്കേണ്ടത്? യേശുവിന്റെ നാമത്തിൽ എന്താണ് നമ്മൾ പിതാവിനോട് ചോദിക്കേണ്ടത്? ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകും. ഇപ്രകാരമാണ് വചനം പറയുന്നത്: സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവിന് വേണ്ടി. സ്നേഹമുള്ളവരെ, ഉയർപ്പ് തിരുനാളിന്റെ സന്തോഷത്തിലൂടെ കടന്നുപോയി നമ്മൾ ഉയർപ്പുകാലത്തിലൂടെ ഒരു പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. അതിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഈ നാളുകളില് നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥന മുഴുവനും ഇതായിരിക്കണം. അപ്പസ്തോലന്മാര് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചത് കണക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ദൈവത്തോട് ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവതിരുസന്നിധിയില് പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കാൻ, പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ 16-ാം അധ്യായത്തിന് മുമ്പുള്ള വചനഭാഗത്ത്, 16-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 5 മുതൽ 15 വരെയുള്ള വചനഭാഗത്തില് യേശു സഹായകനെ വാഗ്ദാനം ചെയ്യുക, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിരിക്കുക. ഈ സഹായകൻ വരുമ്പോൾ അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തും, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും എന്നൊക്കെ യേശു പറയുമ്പോൾ ഈ വചനഭാഗത്തിലൂടെ നമുക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ. നമുക്ക് ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിനെ ചോദിക്കാൻ, യാചിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടത്തില് നമ്മൾ ഏറ്റവും അധികമായിട്ട് ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഇതാ. ഒരു പന്തക്കുസ്ത തിരുനാളിന് ഏതാനും ആഴ്ചകൾ മാത്രം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുമ്പോൾ ദാഹത്തോടെ നമ്മുടെ ഉള്ളില് ഈ ഒരു പ്രാർത്ഥനയുണ്ടാകണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഴമേറിയ ഒരു ദാഹം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകണം. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ തിരുവചനം: നിങ്ങൾ എന്റെ നാമത്തിൽ എന്തു തന്നെ ചോദിച്ചാലും പിതാവ് അത് നിങ്ങൾക്ക് നൽകും. അപ്പോൾ ചോദിക്കാം നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും കൃപകളും നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിന്റെ ജീവിതമായിട്ട് മാറും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വലിയ ആത്മീയ നിറവിലേക്ക് ഉദ്ധിതൻ നൽകുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് പകർന്നു നൽകുന്ന കാര്യം ഇതാണ്: നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഉദ്ധിതൻ നൽകുന്ന സന്തോഷത്തിലേക്ക് വഴി നടക്കാനുള്ളത്. ലോകം ഒരുപക്ഷെ നൈമിഷികമായ തിന്മയുടെ വഴികളിലൂടെയൊക്കെ നടന്നു നീങ്ങി നൈമിഷികമായ ചില സന്തോഷങ്ങളൊക്കെ അനുഭവിച്ച് കടന്നുപോയേക്കാം. അതിലേക്കല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത, ആർക്കും പിടിച്ചു പറിച്ചെടുത്തു കളയാനാവാത്ത ശാശ്വതമായ ക്രിസ്തു നൽകുന്ന, ഉദ്ധിതൻ നൽകുന്ന സന്തോഷത്തിലേക്കാണ് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ചിരിക്കുന്നത്. ഈ സന്തോഷത്തിന്റെ വലിയ അനുഭവത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാൻ സാധിക്കട്ടെ. ആ സന്തോഷത്തിന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോഴാണ്. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിന് വേണ്ടി. കർത്താവായ ഈശോയെ, ഈ ദിവസം പ്രത്യേകമാം വിധം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളും വേദനകളും, ഞങ്ങളുടെ ജീവിതത്തിന്റെ സഹനങ്ങളും നൊമ്പരങ്ങളും എല്ലാം നൈമിഷികമാണെന്നും അതിനപ്പുറത്തേക്ക് ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുമ്പോൾ, അങ്ങയെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതം വലിയ ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക്, വലിയ സന്തോഷത്തിലേക്ക്, സഹനങ്ങൾ പോലും ജീവിതത്തിൽ ആവേശമായി തീരുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ,
അങ്ങയുടെ വാഗ്ദാനമായ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ എപ്പോഴും സന്തോഷത്തോടെ ജീവിതം മുൻപോട്ട് നയിക്കാനുള്ള വലിയ കൃപ, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കനിഞ്ഞ് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗമാകി നിറഞ്ഞൊരു നാദം, പൊഴിയിൽ ജീവൻ പകർന്നൊരു നാദം, ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം, അന്നമായി മന്ന ഒഴിച്ചൊരു നാദം, മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം